അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ സ്വല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാന്യങ്ങളായ സഹോദരങ്ങളെ, സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്തുൽ ആറാഫിലെ 32 മുതലുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് ഡിസ്കസ് ചെയ്യുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്ത്-ത്വയ്യിബാതി മിനർ റിസ്ഖ് قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة كذلك نفصل الآيات لقوم يعلمون. قل നബിയെ പറഞ്ഞു കൊടുക്കുക, മൻ ഹറമ സീനത്തല്ലാഹ്, ആരാണ് ഹറാമാക്കിയത്? സീനത്തല്ലാഹ്, അള്ളാന്റെ അലങ്കാരത്തെ, അള്ളാഹുവിന്റെ ഭംഗിയെ, അല്ലത്തി അഖ്റജ ലിഇബാദിഹി, അവൻ അവന്റെ അടിമകൾക്കായി ഉൽപ്പാദിപ്പിച്ച, പ്രത്യേകം പുറപ്പെടുവിപ്പിച്ചതായ അലങ്കാരങ്ങൾ ആരാണ് ഹറാമാക്കിയതെന്ന് ചോദിക്കുകയാണ്. വത്തയ്യിബാത്ത്, വിശിഷ്ടമായ വസ്തുക്കളെയും, മിനർ റിസ്കി, ഉപജീവനത്തിൽ നിന്ന്, ഉൽഹിയ, നബിയെ പറഞ്ഞു കൊടുക്കുക, അത് ലില്ലദീന ആമനു, വിശ്വസിച്ചവർക്കുള്ളതാണ്, അവർക്ക് വേണ്ടിയാണത്, ഫിൽ ഹയാത്ത്, ജീവിതത്തിൽ. ഏത് ജീവിതത്തിൽ? അദ്ദുന്യ, ദുനിയാവിലെ ജീവിതത്തിൽ. ഖാലിസത്തൻ, ഖാലിസത്തൻ, അത് അങ്ങനെ തന്നെയായിട്ട്, അത് മാത്രമായിക്കൊണ്ട്, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലേക്ക് മാത്രമായിക്കൊണ്ട്. കദാലിക, കദാലിക ഖാലിസത്തൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലേക്ക് അവർക്ക് മാത്രമായിക്കൊണ്ടും ഉള്ളതാണ് എന്ന് പറഞ്ഞാണ് കദാലിക, അപ്രകാരം, നുഫസ്സിലുൽ ആയാത്തി, ആയത്തുകൾ വിശദീകരിക്കുന്നു, ലിഖൗമി യഅലമൂൻ, അറിയുന്ന ഒരു ജനതക്ക് വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ കൽപ്പിക്കുകയാണ് അള്ളാഹു അവന്റെ അടിയാന്മാർക്ക് വേണ്ടി പുറപ്പെടുവിപ്പിച്ചിട്ടുള്ളതായ അവന്റെ ഭംഗിയായ വസ്തുക്കളെ, ആഹാരത്തിൽ നിന്നുള്ള നല്ല വിശിഷ്ടമായ വസ്തുക്കളെയൊക്കെ നിഷിദ്ധമാക്കിയതാരാണ്? പറയുക നബിയെ, അവ ഐഹിക ജീവിതത്തിൽ വിശ്വസിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയുള്ളതാകുന്നു, ഖിയാമത്ത് നാളിൽ അവർക്ക് മാത്രമായി കൊണ്ടുമാകുന്നു. ഇപ്രകാരം അറിയാവുന്ന ഒരു ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു ആയത്തുകളെ വിശദീകരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. അപ്പൊ ഭംഗിക്കും അഴകിനും വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കാറുള്ള വസ്ത്രവും ഉപകരണങ്ങളും വിശിഷ്ടമായ ഭക്ഷണപാനീയങ്ങളും ഈ ഭൂമിയിൽ സൃഷ്ടിച്ചുണ്ടാക്കിയത് അള്ളാഹുവാണ്. അത് അവന്റെ അടിയാന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്നാൽ ചിലത് നിഷിദ്ധമായതാണ്, ഉപയോഗിച്ചുകൂടാ എന്ന് വിധി കൽപ്പിക്കാൻ ആർക്കാണ് അധികാരവും അവകാശവും ഉള്ളത് എന്നുള്ള ചോദിക്കുകയാണ്. ഇല്ല, അള്ളാഹ്ക്കല്ലാതെ ഒരാൾക്കും അതിന് അവകാശമില്ല. അപ്പൊ അള്ളാഹ് ഹറാമാക്കാത്തൊരു കാര്യത്തിനെ എന്തിനാണ് നിങ്ങൾ ഹറാമാക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അവിടെ. വേറെ പല സ്ഥലത്തും അത് മാത്രമായിട്ട് പറയുന്ന വചനങ്ങൾ നമുക്ക് ഖുറാനിൽ കാണാം. അപ്പൊ നല്ല വസ്ത്രം ധരിക്കുക, നല്ല ആഹാരം കഴിക്കുക, ഇതൊക്കെ തെറ്റാണ്, അത് ആത്മീയ പുരോഗതിക്ക് ഹാനികരമാണ് എന്നൊക്കെ ധരിക്കുന്ന എല്ലാവരോടും, അവര് മുസ്ലിങ്ങളായാലും അമുസ്ലിങ്ങൾ ആരായാലും ശരി, ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധമാണ് പടച്ചോൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ നടത്തുന്നത്. ആരാണ് നിങ്ങളോട് അള്ളാഹ് നിഷിദ്ധമാക്കാത്തതിനെ നിഷിദ്ധമാക്കുന്നത്? അത് അക്രമവും ധിക്കാരമാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്താൻ സൗകര്യം ഉണ്ടായിട്ടും കൽപ്പിച്ചു കൂട്ടി അത് ഉപേക്ഷിക്കുന്നത് നന്ദികേടാണ്. അതുകൊണ്ടാണ് ഇത്രയും ശക്തിയായ സ്വരത്തിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. പിന്നീട് പറയാണ്, എന്താണ്, തൊയ്യബാത്തിന്റെ റിസ്ക്കിൽ നിന്ന് തൊയ്യബാത്തിനെ ഭക്ഷിക്കുന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞു. അപ്പൊ പടച്ചോൻ സത്യവിശ്വാസികൾക്ക് വേണ്ടി മാത്രാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് അടുത്ത ഭാഗത്ത് പറഞ്ഞു. ഉൽഹിയലില്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ ഖാലിസത്തൻ യൗമൽ ഖിയാമ. അപ്പൊ എന്താ ഉദ്ദേശിച്ചത്? വിശ്വാസികളും സത്യവിശ്വാസികളും എല്ലാവരും ദുനിയാവെന്ന് ഉപയോഗപ്പെടുത്തുമെങ്കിലും ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങള് പരലോകത്ത് ലഭിക്കുന്നത് സത്യവിശ്വാസികൾക്ക് മാത്രമായിരിക്കും എന്നത്രേ. ഭക്ഷണപാനീയങ്ങളിൽ പോലും അമിതത്വവും അതിരുകവിച്ചിലും ഒന്നും പറ്റൂല, പത്രാസും പെരുമയും ഉണ്ടായിക്കൂടാ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പഠിച്ചതാണെങ്കിൽ ഇവിടെ പിന്നെ പ്രത്യേകം നമ്മുടെ കാലത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അള്ളാഹു നൽകിയ സുഖ സൗകര്യങ്ങളും അലങ്കാര വിഭവങ്ങളും ഉപയോഗപ്പെടുത്താത്തവരായി അധികാരിയും നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഉപയോഗിക്കുന്നതിലും വർദ്ധിപ്പിക്കുന്നതിലുമുള്ള
വാശിയും കിടമത്സരവുമാണ് പരക്കെയുള്ളത്. എന്നാൽ അഹങ്കാരത്തിന്റെയും അതേപോലെ തന്നെ ഭംഗിയുടെയും ഒക്കെ പേരിൽ ഏത് വികൃത മാർഗവും സ്വീകരിക്കാമെന്നും ഐഹിക ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ അതാണെന്നും ഉള്ളിടത്തോളം പൊതുജനങ്ങളുടെ മനസ്ഥിതി പിന്നെ ആ ഒരു നിലക്ക് എത്തിച്ചേരുമ്പോ അവിടെയും നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് വിലയിരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തണം. 32-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അലങ്കാരവും ഭംഗിയും പിന്നെ ത്വയ്യിബാത്തും ഒക്കെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളൊരു കാര്യം തന്നെ പറയണത്. സ്വീകരിക്കുമ്പോൾ മുമ്പ് പറഞ്ഞ ആയത്തിലൊക്കെ ഉള്ളത് പോലെ തന്നെ പിന്നെ ധൂർത്തും ആർഭാടവും മറ്റുള്ളതായിട്ടുള്ള ലക്ഷ്യങ്ങളും കുതന്ത്രങ്ങളും ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. 33-ാമത്തെ ആയത്ത് നോക്കൂ. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിശ മാ ളഹറ മിൻഹാ വമാ ബത്തൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താനാ വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക. ഇന്നമാ ഹറമ റബ്ബി, തീർച്ചയായും എന്റെ റബ്ബ് ഹറാമാക്കിയിരിക്കുന്നു. എന്റെ റബ്ബ് ഹറാമ അൽ ഫവാഹിഷ, എന്തിനെ? നീചവൃത്തികളെ, മ്ലേച്ഛമായതിനെ, മാ ലഹറ മിൻഹാ, അതിൽ നിന്ന് പ്രത്യക്ഷമായത്, വമാ ബത്തന, അതിൽ നിന്ന് പരോക്ഷമായതും അള്ളാഹ് വിലക്കിയിട്ടുണ്ട്. വൽ ഇസ്മ വൽ ബഗ്യ, തെറ്റിനെ, കുറ്റത്തെ, വൽ ബഗ്യ, അതിക്രമത്തെ, കയ്യേറ്റത്തെ, ധിക്കാരത്തെ, അക്രമത്തെ, ബിഗൈരിൽ ഹക്ക്, ന്യായപ്രകാരമല്ലാത്ത, അല്ലെ, അവകാശമില്ലാത്ത, വഅൻ തുശ്രികു ബില്ലാഹ്, അവനിൽ പങ്കു ചേർക്കുന്നതും, മാലം യുനസിൽ ബിഹി സുൽത്താന, മാലം യുനസിൽ, അവൻ അവതരിപ്പിക്കാത്തതിനെ, ബിഹി, അതിന്, അല്ലെ അതിനെപ്പറ്റി, സുൽത്താനൻ, ഒരു തെളിവും അല്ലെ ഒരു അധികൃത രേഖയും ഒരു അധികാരവും ഒന്നും സമർപ്പിക്കാത്ത വിധത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ അള്ളാഹു ഹറാമാക്കി. വഅൻ തഖൂലു, അതേപോലെ തന്നെ നിങ്ങൾ പറയുന്നതും, അലല്ലാഹി, അള്ളാഹിന്റെ മേൽ, മാലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത കാര്യം പറയുന്നതിനെയും അള്ളാഹു എന്ത് ചെയ്യുന്നു? വിലക്കിയിരിക്കുന്നു. അപ്പൊ ഈ ആയത്തിൽ എത്ര കാര്യങ്ങൾ പടച്ചോൻ പറഞ്ഞു? അള്ളാഹ് ഹറാമാക്കിയതിന്റെ ഒരു റൂട്ട് മാപ്പാണ് നമുക്ക് 33-ാമത്തെ ആയത്തിൽ നിന്ന് കിട്ടുക. എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അള്ളാഹ് ഹറാമാക്കിയത്? ഇന്നമാ ഹറമ റബ്ബി എന്ന് പറഞ്ഞിട്ട് നബിനോട് പറഞ്ഞു കൊടുക്കാൻ പറയാണ്. ഒന്ന്, നമ്പർ 1, ഫവാഹിഷ്, പ്രത്യക്ഷമായതോ അല്ലെങ്കിൽ പരോക്ഷമായതോ ആയ ഫവാഹിഷ്, അതാണ് മാ ലഹറ മിൻഹാ വമാ ബത്തൻ. ഇനി രണ്ടാമത്തതോ വൽ ഇസ്മ, കുറ്റകരമായത്, അത് ശരീരത്തിനോ ആത്മീയമായതോ തലത്തിലോ ഒക്കെ ദോഷം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നിരോധിച്ചിട്ടുണ്ട്. വൽ ബഗ്യ, അതേപോലെ തന്നെ ന്യായമില്ലാത്തതായ, ബിഗൈരിൽ ഹക്ക്, ന്യായമില്ലാത്തതായ അക്രമം, മറ്റുള്ളവരുടെ മേൽ അക്രമവും കയ്യേറ്റവുമായി തീരുന്ന കാര്യങ്ങൾ അള്ളാഹു വിലക്കിയിട്ടുണ്ട്. അള്ളാഹു അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വഅൻ തുശ്രികൂ ബില്ലാഹ്, അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നത്, മാലം യുനസിൽ ബിഹി സുൽത്താന, ഒരു തെളിവില്ലാത്ത നിലക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന, എന്തെങ്കിലും തെളിവ് ഉണ്ടായാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാന്നല്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കാനായി അള്ളാഹ് തെളിവൊന്നും അവതരിപ്പിച്ചിട്ടില്ല. എന്നിരിക്കെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്. വാൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ പിന്നെ അറിവില്ലാത്ത കാര്യങ്ങളിൽ അള്ളാഹിന്റെ മേല് പ്രത്യേകം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന അല്ലെങ്കിൽ മതവിധി പുറപ്പെടുവിപ്പിക്കുന്നതിന്റെ ഒക്കെ ബേസിലാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പൊ 5 കാര്യങ്ങൾ അള്ളാഹു നിഷിദ്ധമാക്കിയത്, ആ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ ശരിക്ക് ബോധപൂർവം എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. കാരണം പടച്ചോൻ ഇവിടെ ഇന്ന ഇന്ന കാര്യങ്ങൾ എന്ന് പറയുന്നതിന് പകരം കൃത്യമായി ഏതൊക്കെയാണ് വകുപ്പുകൾ അള്ളാഹ് ഹറാമാക്കിയത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. 34-ാമത്തെ ആയത്ത് നോക്കൂ. വലികുല്ലി ഉമ്മത്തിൻ അജൽ فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. എല്ലാ സമുദായത്തിനും ഉണ്ട് ഒരു അവധി. അങ്ങനെ അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ അവരൊരു ഒരു സമയം എന്ത് ചെയ്യില്ല, യസ്തഖിറൂൻ, അവർ പിന്തിപ്പിക്കൂല, വലാ യസ്തഖ്ദിമൂൻ, മുന്തിപ്പിക്കുകയും ഇല്ല എന്നുള്ളതാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായവും അതിനുശേഷം മറ്റു ചില സമുദായങ്ങളൊക്കെ അവരുടെ അക്രമഫലമായി ഉന്മൂലമായ നാശത്തിനിരയായ കഥ വിവരിച്ചിട്ട് സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു പറയുന്നുണ്ട്.
മാ തസ്ബിഖു മിൻ ഉമ്മത്തിൻ അജലഹാ വമാ യസ്തഅഖിറൂൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ പരാമർശമാണ്. ഒരു സമുദായവും തന്നെ അതിന്റെ അവധിയെ മുൻകടക്കുകയില്ല, അവർ പിന്നോട്ട് പോവുകയുമില്ല. അപ്പൊ എല്ലാ സമുദായവും നശിപ്പിക്കപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത്. വലികുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാ ഉമ്മത്തിനും അജലുണ്ട്. ഫഇദാ ജാ അജലുഹും, അവരുടെ അവധി എങ്ങാനും എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, അവര് പിന്നീട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകൂലാന്ന്. അപ്പോ നശിപ്പിക്കപ്പെട്ട ഓരോ രാജ്യവും അതാതിന് നിശ്ചയിക്കപ്പെട്ട അവധി അനുസരിച്ച് തന്നെയാണ് നശിച്ചത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സൂറ ഹിജറിലെ 5-ാമത്തെ ആയത്തിലും ഇതേ വാക്യങ്ങൾ കാണാൻ പറ്റും. ഈ ആശയം തന്നെയാണ് ഈ വചനത്തിലും പറയുന്നത്. അള്ളാഹിനെ കുറിച്ചുള്ള ബോധവും സന്മാർഗ നിഷ്ഠയും അവശേഷിക്കുന്ന കാലത്തോളം സമുദായങ്ങൾ ജീവനോടെയും ജീവസോടെയും കൂടിയിരിക്കും. നേരെ മറിച്ച് ധിക്കാരത്തിലും ദുർമാർഗത്തിലും അതിരുകവിയുമ്പോൾ അവർക്ക് വലിയ നാശങ്ങൾ ഉണ്ടാകും. അത് എപ്പോഴാ സംഭവിക്കുക? എപ്പോഴാ സംഭവിക്കേണ്ടത്? ഇതൊക്കെ പടച്ചോന്റെ എൽമിൽപ്പെട്ടതാണ്. അതിന് നിശ്ചയിക്കപ്പെട്ട സമയത്തല്ലാതെ അതിന്റെ അല്പമെങ്കിലും മുമ്പോ പിമ്പോ അതൊന്നും ഒരിക്കലും സംഭവിക്കൂല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങള് അടുത്ത ആയത്തിലേക്ക് വരുമ്പോൾ 35-ാമത്തെ വചനം. യാ ബനീ ആദമ ഇമ്മ യഅതിയന്നകും റുസുലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി ഫമനിത്തഖാ വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. യാ ബനീ ആദം, അല്ലയോ ആദം സന്തതികളെ, ഇമ്മാ യഅതിയന്നകും, നിങ്ങൾക്ക് വരികയാണെങ്കിൽ, നിങ്ങൾക്ക് വല്ലപ്പോഴും വരുന്ന പക്ഷം, റുസുൽ, റസൂലുകൾ, ദൈവദൂതന്മാർ, റസൂൽ എന്നുള്ളതിന്റെ ജംആണ് റുസുൽ, മിൻകും, നിങ്ങളിൽ നിന്നുള്ള, യഖുസ്സൂന, വിവരിച്ചു തന്നുകൊണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് വരുമ്പോ, അലൈക്കും, നിങ്ങളുടെ മേൽ, ആയാത്തി, എന്റെ ദൃഷ്ടാന്തങ്ങൾ, ഫമനിത്തഖാ, അപ്പോൾ ആരാണ് സൂക്ഷിക്കുന്നത്, വഅസ്ലഹ, അപ്പോൾ ആരാണ് കർമ്മങ്ങളൊക്കെ നന്നാക്കി തീർക്കുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിക്കേണ്ടതില്ല, വലാഹും യഹ്സനൂൻ, അവർ വ്യസനിക്കേണ്ടതുമില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്തതികളോട്, മനുഷ്യാരംഭം തൊട്ട് കാലാവസാനം വരെയുള്ള എല്ലാ മനുഷ്യന്മാരോടും അള്ളാഹുവിൽ നിന്നുള്ള ഒരു പൊതു ആയ അറിയിപ്പാണിത്. സൂറ ബക്കറയിലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി, ഫഇമ്മ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പടച്ചോൻ തന്നത്, റസൂലുകൾ വിവരിച്ചു തന്നത്, ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. ഫമനിത്തഖ, അത് കണ്ടിട്ട് സൂക്ഷ്മത പാലിക്കാൻ പറ്റും. വഅസ്ലഹ, എന്നിട്ട് കർമ്മങ്ങളൊക്കെ നന്നാക്കാനും പറ്റിയാൽ, ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിയില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. 36-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? വല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. ഇവിടെ കൃത്യമായിട്ട് പടച്ചോൻ പറയാണ്, വല്ലദീന കദ്ദബൂ, എന്നാൽ നിഷേധികളായ ആളുകൾ, വ്യാജമാക്കിയ ആളുകൾ, ബി ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, വസ്തക്ബറു, എന്നിട്ട് വസ്തക്ബറു അൻഹ, എന്നിട്ട് അതിനെ പറ്റിയിട്ട് അഹങ്കരിക്കുകയും വലുപ്പം കാണിക്കുകയും അഹംഭാവം കാണിക്കുകയും ഗർവ് നടിക്കുകയൊക്കെ ചെയ്താൽ, ഉലായിക്ക, അക്കൂട്ടർ, അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആളുകളാണ്, ഹും ഫിഹാ, അവരതില്, ഖാലിദൂൻ, നിത്യവാസികളുമായിരിക്കും, ഒരു ശാശ്വതീയത്വത്തിന്റെ നരകത്തിലായിരിക്കും അവർക്ക് ഉണ്ടാകുക. അപ്പൊ അള്ളാന്റെ മാർഗം കിട്ടിയിട്ട് അത് അറിയാനും അത് ബോധ്യപ്പെടാനൊക്കെ ഉള്ള മാർഗങ്ങളൊക്കെ അവലംബിച്ചിട്ട് ബോധ്യപ്പെട്ടു, എന്നിട്ടും അതിൽ നിന്ന് മാറിപ്പോകുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താന്നുള്ളത് 36-ൽ പറയുന്നു. 35-ാമത്തെ ആയത്തിലോ, അള്ളാന്റെ മാർഗം മനസ്സിലാക്കിയിട്ട് അതിനെ പിന്തുടരുന്ന ആളുകൾക്ക്, അവർക്കൊന്നിനെയും പേടിക്കണ്ടെന്ന് പറയുന്നു. എന്തിനാ നമ്മൾ പേടിക്കല്? എന്തിനെ കുറിച്ച് നമുക്ക് സങ്കടം ഉണ്ടായാല്? കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ട് നമ്മൾ ഓർക്കുമ്പോ നമുക്ക് സങ്കടം ഉണ്ടാകും. നമുക്ക് വരാൻ പോകുന്നതിനെ പറ്റിയിട്ട് ഓർക്കുമ്പോ പേടി ഉണ്ടാകും. ഇതൊന്നും ദുനിയാവിന്റെ വിഷയത്തിലും പരലോകത്തിന്റെ വിഷയത്തിലും ആർക്കുണ്ടാവില്ല? അള്ളാന്റെ ഹുദ സ്വീകരിച്ച ആളുകൾക്ക് ഉണ്ടാവില്ല. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടല്ലേ പറയണത്. ഇനി 37-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോ, ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതി ഉലൈക യനാലുഹും നസീബുഹും മിനൽ കിതാബ്
حتى إذا جاءتهم رسلنا يتوفونهم قالوا أين ما كنتم تدعون من دون الله قالوا ضلوا عنا وشهدوا على أنفسهم أنهم كانوا كافرين. ഇവിടെയും പടച്ചോൻ എത്ര ഗൗരവമുള്ള കാര്യങ്ങളാ പറയണത് നോക്കൂ നിങ്ങൾ. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബാ. അപ്പോൾ ആരാണ് അദ്ലമു, ഏറ്റവും കൂടുതലായിട്ടുള്ള അക്രമി ആരാണ്? വെറും പിന്നെ ചെറിയ അക്രമല്ല, ഏറ്റവും വലിയ അക്രമി ആരാണ്? മിമ്മൻ ഇഫ്തറ, കെട്ടിപ്പറഞ്ഞവനേക്കാൾ, കെട്ടിച്ചമച്ച് പറഞ്ഞവനേക്കാൾ, അള്ളാന്റെ മേൽ, കദിബൻ, വ്യാജമായിട്ടുള്ളത്, ഔ കദ്ദബ, അല്ലെങ്കിൽ വ്യാജമാക്കിയ, ബിആയാത്തി, അവന്റെ ആയത്തുകളെ, അത്രയും അങ്ങനത്തെ ആൾക്കാരെക്കാളും വലിയ പിന്നെ വലിയ അക്രമി ആരാ ഉള്ളത് പടച്ചോൻ ചോദിക്കുകയാണ്. ഉലായിക്ക, അക്കൂട്ടർ, യനാലുഹും, അവർക്ക് എത്തും, അവർ നേടും, അവർക്ക് കിട്ടും, നസീബുഹും, അവരുടെ പങ്ക്, മിനൽ കിതാബി, ഗ്രന്ഥത്തിൽ നിന്നുള്ള, ഹത്താ, അങ്ങനെ, അവര് ഇതുവരെ, ഏതുവരെ, ഇദാ ജാഅത്ഹും, അവർക്ക് വന്നെത്തുന്നത് വരെ, റുസുലുന, അവരുടെ, നമ്മുടെ ദൂതന്മാര്, യതവഫൗനഹും, അവരെ പിടിച്ചെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ മരിപ്പിക്കാൻ വേണ്ടിയിട്ട്, കാലു, അപ്പോൾ അവര് പറയും, അയിന, എവിടെയാണ്, മാ കുന്തും, നിങ്ങളായിരുന്നത്, തദഊന, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എവിടെയാണുള്ളത് എന്ന് ഈ മലക്കുകൾ ചോദിക്കും. മിൻ ദൂനില്ല, അല്ലാഹ്ക്ക് പുറമെ. കാലു, അവരുടെ ഒരു മറുപടി ഉണ്ട്, വല്ലൂ അന്നാ, ഞങ്ങളെ വിട്ട് അവരൊക്കെ മറഞ്ഞു പോയിട്ടുണ്ട്, അവരൊക്കെ പേച്ചു പോയിട്ടുണ്ട്, ഞങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ട്. വശഹിദൂ, അവർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു, അലാ അൻഫുസിഹിം, ഞങ്ങളുടെ സ്വന്തങ്ങളുടെ മേൽ, തങ്ങൾക്ക് തന്നെ എതിരെ അവര് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു, അന്നഹും കാനൂ കാഫിരീൻ, തീർച്ചയായും അവര് ആ അവിശ്വാസികള് ആയിരുന്നു എന്ന് പ്രത്യേകം അവർ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ്. അപ്പൊ കാര്യങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥിതി ഇങ്ങനെയാണ്. അള്ളാഹുവിന് സമന്മാരും പങ്കുകാരും ഉണ്ടെന്നൊക്കെ കെട്ടിപ്പറഞ്ഞുണ്ടാക്കിയിട്ട് അവന്റെ ലക്ഷ്യങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് പോകുന്നവരെക്കാൾ വലിയ അക്രമികളായിട്ട് ആരുമില്ല. എന്നാലും അള്ളാഹു പെട്ടെന്ന് അവരുടെ മേൽ നടപടി എടുക്കണില്ല. അള്ളാഹു അവർക്ക് നിശ്ചയിച്ച് കണക്കാക്കി വെച്ചിട്ടുള്ള അവരുടെ വിഹിതങ്ങളൊക്കെ, ആഹാരം, ആയുസ്, ഇതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്നാണ്. യനാലുഹും നസീബുഹും മിനൽ കിതാബ്. അപ്പൊ പടച്ചോൻ എന്തൊക്കെയാണോ എഴുതി രേഖപ്പെടുത്തിയിട്ടുള്ളത് അതൊക്കെയും അവർക്ക് കിട്ടുന്നതാണ്. അതെല്ലാവർക്കും കിട്ടും. അപ്പൊ അവസാന ആയുഷ്കാലം തീരുമ്പോ അവരെ പിടിച്ചെടുത്തു കൊണ്ടുപോകാനായി മരിപ്പിക്കാൻ വേണ്ടി മലക്കുകളാകുന്ന ദൈവദൂതന്മാർ അവരുടെ അടുത്ത് ചെല്ലുമ്പോ, നിങ്ങൾ വിളിച്ചു ആരാധിച്ചും വന്നിരുന്ന ആ ദൈവങ്ങളൊക്കെ ഇപ്പൊ എവിടെ പോയി? അവരൊന്നും നിങ്ങളെ സഹായിക്കുന്നില്ലേ? അങ്ങനെ മലക്കുകൾ അവരോട് പരിഹാസപൂർവ്വം ചോദിക്കുമ്പോ, അയ്യോ, അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയല്ലോ, അവരെ കൊണ്ട് ഒരു ഉപകാരവും ഞങ്ങൾക്ക് ഉണ്ടായില്ല എന്നൊക്കെ ആയിരിക്കും അവർ പറയാ. അങ്ങനെ തങ്ങളുടെ മരണം വരെ സത്യനിഷേധികളായിരുന്നു എന്ന് അവർ ഈ അവസരത്തിൽ തങ്ങൾക്കെതിരായി സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗരവത്തിൽ ആലോചിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടുന്ന വലിയൊരു പ്രതിസന്ധി ആയിരിക്കും ഈ സാഹചര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 38-ാമത്തെ ആയത്തിലേക്ക് വരുമ്പോൾ, قال ادخلوا في أمم قد خلت من قبلكم من الجن والإنس في النار كلما دخلت أمة لعنت أختها حتى إذا اداركوا فيها جميعا قالت أخراهم لأولاهم ربنا هؤلاء أضلونا فآتهم عذابا ضعفا من النار قال لكل ضعف ولكن لا تعلمون. എന്താ അവിടെ പടച്ചോൻ പറയണത്? കാല, അവൻ പറയും, ഉദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കുവിൻ, ഫി ഉമമിൻ, സമുദായങ്ങളുടെ കൂട്ടത്തിൽ. ഉമ്മത്തിന്റെ ജംആണ് ഉമം.
ഖദ് ഖലത് കഴിഞ്ഞു പോയിട്ടുള്ള മിൻ ഖബലിക്കും നിങ്ങൾക്ക് മുമ്പ് മിനൽ ജിന്നി ജിന്നുകളിൽ നിന്ന് വലിൻസി മനുഷ്യരിൽ നിന്ന് ഫിന്നാർ നരകത്തിൽ ഞങ്ങൾ പ്രവേശിക്കേണ്ടത്. എന്താ പ്രശ്നം? അവര് ഏറ്റവും വലിയ അക്രമം പടച്ചവന്റെ മേൽ ചെയ്തവരാണ്. കുലമാ ദഖലത് പ്രവേശിക്കുമ്പോഴെല്ലാം ഉമ്മത്തുൻ ഓരോ സമുദായവും ലഅനത് അത് ശപിക്കും ഉഖ്തഹ അതിന്റെ ആ സഹോദരി അല്ലെങ്കിൽ സഹോദര സമുദായത്തെ ഹത്താ ഇദാ ഹത്താ ഇദദ്ദാറഖു അവർ പരസ്പരം കണ്ടുമുട്ടിയാലോ അവർ ഒരുമിച്ച് കൂടിയാലോ ഫിഹ അതിൽ മുഴുവനായിട്ടും ജമീഅൻ ഖാലത്ത് അവർ പറയും ഖാലത്ത് പറയും ഉഖ്റാഹും അവരിൽ അവസാനത്തവർ പറയും ലി ഊലാഹും അവരിൽ ആദ്യത്തവരെ പറ്റിയിട്ട് റബ്ബന ഞങ്ങളുടെ റബ്ബേ ഹാ ഉല ഈ കൂട്ടർ അളല്ലൂന അവർ ഞങ്ങളെ വഴിപേപ്പിച്ചിരിക്കുന്നു എന്നൊരു പറയും. അപ്പൊ എന്താ പറയണത്? ഫആത്തിഹിം അദാബൻ അതുകൊണ്ട് നീ അവർക്ക് എന്ത് ചെയ്യണം? ശിക്ഷ കൊടുക്കണം. ളിഅഫൻ ഇരട്ടി ശിക്ഷ കൊടുക്കണം. മിനന്നാർ നരകത്തിൽ നിന്ന്. കാല അവൻ പറയും ലിക്കുല്ലി എല്ലാവർക്കും ഉണ്ട് ളിഅഫുൻ ഇരട്ടി. വലാക്കിൻ പക്ഷേ ലാ തഅലമൂൻ നിങ്ങൾ അറിയൂല എന്നാണ് അള്ളാഹു അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോ അവിശ്വാസികൾ അവരുടെ കർമ്മഫലം മരണവേളയിൽ തന്നെ കണ്ടു തുടങ്ങും. ഖിയാമത്ത് നാളിൽ വരാനിരിക്കുന്ന സ്ഥിതിഗതികളെ പറ്റിയിട്ടൊക്കെയാണ് ഈ വചനത്തിൽ അള്ളാഹു ഇങ്ങനെ വിവരിച്ചു പോകുന്നത്. ഓരോ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും അവരുടെ സമുദായത്തിന്റെ ആ വിശ്വാസ ദർശനങ്ങളുടെ കാരണക്കാരായിട്ടുള്ള ഏറ്റവും ഫസ്റ്റത്തെ ആൾക്കാരങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇനി 39-ാമത്തെ ആയത്ത് നോക്കുങ്ങള്. وقالت أولاهم لأخراهم فما كان لكم علينا من فضل فذوقوا العذاب بما كنتم تكسبون അവരിൽ ആദ്യത്തേവർ അവസാനത്തവരോട് പറയും അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. ആകയാൽ നിങ്ങൾ പ്രവർത്തിച്ച് സമ്പാദിച്ചിരുന്നത് നിമിത്തം നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുവിന്ന ഊലാഹും അവരുടെ ആദ്യത്തെ ആൾക്കാർ ലി ഉഹ്റാഹും അവരുടെ അവസാനത്തവരെ കുറിച്ച് ഫമാക്കാന നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടായില്ല ലക്കും നിങ്ങൾക്ക് അലൈന ഞങ്ങളെക്കാൾ മിൻ ഫദിന് ഒരു ശ്രേഷ്ഠതയും ഫദൂക്കു അതുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കുക അല്ല അദാബ് ശിക്ഷയെ ബിമാ കുന്തും നിങ്ങൾ ആയിരുന്നത് കൊണ്ട് തക്സിബൂൻ നിങ്ങൾ സമ്പാദിച്ച കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ അനുഭവിച്ചുകൊള്ളുക എന്നാണ് പറയുന്നത്. അപ്പൊ മറ്റുള്ളവരോടുള്ള അമർഷം കൊണ്ട് അവർക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴും അള്ളാന്റെ മറുപടി ആർക്കും ശിക്ഷ കുറവൊന്നുമില്ല, എല്ലാവർക്കും ഇരട്ടി ശിക്ഷ ഉണ്ട് എന്നുള്ള 38-ാമത്തെ ആയത്തിൽ പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് എന്താണ്? അതിന്റെ ഒരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു അർത്ഥം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ദൃഷ്ടാന്തങ്ങളും തെളിവുകളൊന്നും നോക്കാതെ നേതാക്കളെ അനുസരിച്ച് അനുകരിച്ച് ഇതിന്റെ ഒക്കെ കാരണം കൊണ്ടാണ് ഇപ്പൊ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. ആർക്കും അതിൽ ഒഴിവില്ലാന്നും അതിലൊരു ലഘൂകരണം ആർക്കും ഇല്ലാന്നും കാണുമ്പോൾ ആദ്യത്തെ ആൾക്കാർ തങ്ങളുടെ മേൽ കാണിച്ച അമർഷത്തിന് തിരിച്ചടി നൽകുകയാണ്. എല്ലാവരും ഒരേപോലെ തന്നെ ഞങ്ങളുടെ മേൽ പഴിചാരിയത് കൊണ്ടൊന്നും നമുക്ക് ഒരു കാര്യമില്ല. അപ്പൊ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനും പടച്ചവന് പങ്കുകാരില്ലാതിരിക്കാനും എത്ര ഗൗരവത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളതിന് പ്രചോദനമേകുന്ന ആയത്തുകളൊക്കെയാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ദാവീദ് പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഭക്തരിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.